നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിൽ മക്കളുമായി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. മകൾ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിച്ചത് ക്രൂര പീഡനമായിരുന്നുവെന്ന് കോട്ടയത്ത് ജീവനൊടുക്കിയ ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസ് വ്യക്തമാക്കുകയാണ്. മരിച്ചതിന് തലേന്ന് നോബി ഫോൺ വിളിച്ച് ഷൈനിയോട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരിക്കാതെ പോയി മരിച്ചൂടെയെന്ന് പറഞ്ഞിരുന്നു. ഷൈനി നോബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ല, ഇറക്കി വിട്ടതാണ് എന്നും കുര്യാക്കോസ് വ്യക്തമാക്കി. വിവാഹമോചന നോട്ടീസ് പോലും നോബി കൈപ്പറ്റാൻ തയ്യാറായിരുന്നില്ല. കുറെ നാളുകളായി ജോലി കിട്ടാത്തതിലുള്ള സങ്കടം മകൾക്ക് ഉണ്ടായിരുന്നുവെന്നും അച്ഛൻ കുര്യാക്കോസും അമ്മ മോളിയും വ്യക്തമാക്കി. മരിച്ചതിന് തലേന്ന് നോബി ഫോൺ വിളിച്ചെന്നും ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരിക്കാതെ പോയി മരിക്കടി എന്ന് നോബി പറഞ്ഞുവെന്ന് ഷൈനിയുടെ അമ്മ മോളിയും കൂട്ടിച്ചേർത്തു. 9 മാസം മുൻപ് ഷൈനിയെ നോബിയുടെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതാണ്. ഭർത്താവിന്റെ വീട്ടിൽ ഷൈനിക്ക് വേലക്കാരിയുടെ സ്ഥാനമായിരുന്നു. ആ വീട്ടിലെ ബാക്കി എല്ലാവരും ഒന്നായിരുന്നു. മറ്റാരെങ്കിലും ഉപദ്രവിച്ചോ എന്നറിയില്ല എന്നും ഷൈനിയുടെ കുടുംബം പ്രതികരിച്ചു. 12 ആശുപത്രിയിൽ ഷൈനി ജോലി അന്വേഷിച്ചു. എവിടെയും ജോലി കിട്ടിയില്ല. ആശുപത്രികളെ കുറ്റം പറയുന്നില്ല, വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നുവെന്നും ഷൈനിയുടെ കുടുംബം പ്രതികരിച്ചു. ജോലി കിട്ടാത്തത്, കുട്ടികളുടെ കാര്യങ്ങൾ, വിവാഹമോചനം എല്ലാം ഷൈനിയെ അലട്ടിയിരുന്നുവെന്നും കുടുംബം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ: തലേ ദിവസം ഈ നോബി വിളിക്കുകയോ വാട്സാപ്പിൽ വിളിക്കുകയോ വല്ലതും ചെയ്തിരുന്നു? വാട്സാപ്പിൽ എങ്ങാണ്ട് വിളിച്ചു എന്നല്ലേ ഇപ്പൊ പറയുന്നത്. പോലീസ് അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നീതി കിട്ടും, നിയമനടപടി ഞാൻ ഇപ്പം അവരെന്നോട് SI ഏറ്റുമാനൂരിൽ വിളിച്ച് പറഞ്ഞത് അവരിവിടെ വന്നിട്ട് എൻ്റെ ഭാര്യയോട് ഒരു പരാതി കൂടെ എഴുതി മേടിച്ചു. എന്നിട്ട് 9 മാസം മുമ്പത്തെ പരാതി കൂടെ വെച്ചിട്ട് ഇപ്പോൾ അവർ കേസ് പോയിരിക്കുന്നെന്നും അവനെ അറസ്റ്റ് ചെയ്തെന്നും എന്നൊക്കെ SI പറഞ്ഞു. അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി 12:30 മണിക്ക് ആ ചുങ്കംപള്ളിയുടെ പുറയിലെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതക്കയിൽ നിന്ന് ഒരു കുഞ്ഞിനെ എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരുക. അവിടുന്ന് നേരെ ഞാൻ പോയത് തൊടുപുഴ വനിതാ സ്റ്റേഷനിലാണ്. അവിടെയുണ്ട് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ രാത്രി മകളെയും കൊണ്ട് വന്നത് 2:30 മണി രാത്രിയായപ്പോഴും ഇവിടെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം രാവിലെ ഈ ചവിട്ടുപിടിയെല്ലാം കിട്ടി എൻ്റെ പരുക്കുകളും കരിവാളിച്ച് കിടക്കുന്ന വേദനയും 3 സിസേറിയൻ കഴിഞ്ഞ പെണ്ണാണ് അതിനെയായിട്ട് ചവിട്ടിക്കൂട്ടിയത്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഏറ്റുമാനൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടുത്തെ ലേഡി ഡോക്ടർ നിങ്ങൾ ഇതിന് തിരക്കുവാണ്. അവിടുത്തെ ലേഡി ഡോക്ടർ മെയിനുള്ള പുള്ളിക്കാരത്തി എന്നെ പുറത്ത് നിർത്തിയിട്ട് അവിടെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ പരിശോധിച്ചിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ഇത് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട കേസാണെന്ന് പറഞ്ഞു. ആ ഇൻറ്റിമേഷൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനേ ഉള്ളൂ. അവിടെ ചെന്ന ഇൻറ്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ പറയും അങ്ങോട്ട് വിട്ടെന്ന് പറയും, തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ആ FIRന് ശേഷമാണ് ഒരു മകസർ എഴുതാനും. അപ്പോൾ അതിനൊക്കെ ഞാൻ എത്ര പ്രാവശ്യം തൊടുപുഴയ്ക്കും ഇവിടെയായിട്ട് എൻ്റെ മകളെയായിട്ട് നടന്നത്. എന്നിട്ടാണ് ഇതാകുന്നത്. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് ഫാമിലി കോർട്ടിലെ എൻ്റെ മകൾക്കും പിള്ളേർക്കും ജീവനാംശം കിട്ടുന്നതിനും ഞാൻ കൊടുത്ത ഡെവറിയും സ്വർണവും തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ 4 അവധിക്കും ഇവർ നോട്ടീസ് കൈപ്പറ്റുകയോ വരുകയോ ചെയ്തിട്ടില്ല. 4ാമത്തെ അവധിക്ക് ഈ എൻ്റെ മകളുടെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു, എന്നിട്ട് പോലും വന്നില്ല. അതിലെല്ലാം ഒത്തിരി. എന്നിട്ട് അവൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതൊന്നും ഒരു കാലത്തും തീരിയല്ല, എനിക്ക് പണിയും കിട്ടിയല്ല, എൻ്റെ കാര്യമില്ല, വേറെ അവൾ. എന്നിട്ട് എൻ്റെ മക്കളൊക്കെ 1 ലക്ഷം രൂപ ഫീസ് വരെ അടച്ചിട്ടുള്ള N+6 പരീക്ഷ എഴുതാൻ. അത് ഓൺലൈനിൽ കൂടെ ഉള്ളത് ഇവിടെ ഇരുന്ന് വാട്സപ്പിന് ഈ ഇതിനകത്ത് പിന്നെ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ഞാൻ വൈഫൈ എടുത്ത് കൊടുത്ത് പഠിച്ച് എൻ്റെ നോട്ട് എഴുതി വെച്ചിരിക്കുക. അതിനന്നേരം അവൾ കർണാടകത്തിലാണ് BSc നഴ്സിംഗ് പഠിച്ചത്. കഴിഞ്ഞ ദിവസവും ഒരു ചാനലിൽ പിതാവിന്റെ ബൈറ്റ് പുറത്തു വന്നിട്ടുണ്ട്. പിതാവ് തന്റെ മകൾക്കും തനിക്കുമൊക്കെ ഉണ്ടായ ദുരനുഭവം വിവരിച്ചു. പക്ഷേ ആ ഘട്ടത്തിൽ പിതാവ് വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എന്തോ വിവരിക്കുന്നത് പോലെയാണ് സംസാരിച്ചതെന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമായിരുന്നു. അപ്പനും അമ്മയും കുറച്ചുകൂടി നന്നായ മകളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മകളും 2 കുഞ്ഞുങ്ങളും ഇന്ന് ആത്മഹത്യ ചെയ്തില്ലായിരുന്നു എന്നും പറയുന്നു. എന്തോ ടൂറ് പോയ സന്തോഷത്തിൽ ടൂറ് പോയ കാര്യങ്ങൾ വിശദീകരിക്കും പോലെയാണ് സ്വന്തം മകളെ വേലക്കാരിയെ പോലെ പട്ടിയെ പോലെ ഭർത്താവ് നോക്കിയ കാര്യങ്ങൾ ഈ തന്ത വിവരിക്കുന്നതെന്നടക്കം പറഞ്ഞുകൊണ്ടുള്ള ചില കമന്റുകളും വരുന്നുണ്ട്. ആ കമന്റുകൾ എന്തായാലും കൊടുത്തിരിക്കാം. എന്തായാലും വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഈ പിതാവിനെതിരെയും കുര്യാക്കോസിനെതിരെയും വരുന്നുണ്ട്. എന്തായാലും അത് ഈ കണ്ട കാര്യം, അതായത് മാധ്യമങ്ങളോട് പ്രതികരിച്ച അല്ലെങ്കിൽ മാധ്യമത്തിനോട് അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്ന് വിവരിച്ചതിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അതുപോലെ സംഭാഷണ രീതിയും ശൈലിയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് വരുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ചർച്ചകൾ ഇപ്പോഴും വരാറുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഈ ഒരു സംഭവത്തിൽ ഈ പിതാവിനെ കുറ്റം പറഞ്ഞുകൊണ്ടും ചിലർ വന്നതിന് പിന്നാലെ തന്നെ
അയൽവാസി കൂടി പിതാവിനെ എതിർത്തുകൊണ്ട് അയൽവാസി കൂടി രംഗത്ത് വരികയാണ്. അച്ഛനെതിരെയാണ് ആരോപണം ഉന്നയിച്ചാണ് വന്നിട്ടുള്ളത്. ഇവർ മുൻപ് ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമയാണ് വന്നിട്ടുള്ളത്. വീടിനടുത്തുള്ള കെയർ ഹോമിൽ 4 മാസം ജോലി ചെയ്ത ഷൈനി ജോലി നിർത്താൻ കാരണം അച്ഛൻ കുര്യാക്കോസ് ആണെന്ന് കെയർ ഹോം ഉടമ ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കുന്നു. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഷൈനിയുടെ അവസ്ഥ കണ്ടാണ് ജോലി കൊടുത്തത് എന്നും ഫ്രാൻസിസ് പറയുന്നു. ജോലിക്ക് വന്നപ്പോൾ സങ്കടത്തിലായിരുന്ന ഷൈനിക്ക് ജോലി ചെയ്തു തുടങ്ങിയപ്പോൾ മാറ്റം വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ ഷൈനിയുടെ അച്ഛൻ സ്ഥാപനം അടപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആരോഗ്യ വകുപ്പിൽ സ്ഥാപനത്തിനെതിരെ പരാതി കൊടുത്തു. കെയർ ഹോമിലെ ബയോഗ്യാസ് പ്ലാന്റിനെതിരെ കുര്യാക്കോസ് നാട്ടുകാരെ കൂട്ടി പ്രതിഷേധിച്ചു. ഡൽഹിയിൽ പോയിട്ടാണെങ്കിലും സ്ഥാപനം പൂട്ടിക്കുമെന്ന് കുര്യാക്കോസ് വ്യക്തമാക്കി. മകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ അച്ഛൻ തുടർച്ചയായി പരാതി നൽകിയതോടുകൂടിയാണ് ഷൈനി രാജിവെച്ചത്. വിദേശത്തേക്ക് പോകണമെന്നും അതിനായി ഈ IELTS പഠിക്കണമെന്നും പറഞ്ഞ ഷൈനി രണ്ടും കൂടെ നടക്കില്ല എന്ന കാരണം പറഞ്ഞാണ് ജോലി രാജിവെച്ചത് എന്നും ഫ്രാൻസിസ് ജോർജ് പറയുന്നു. അതിനിടെ ഷൈനിയുടെ ഭർത്താവിനെതിരെ ആരോപണവുമായി അച്ഛൻ കുര്യാക്കോസും അമ്മ മോളിയും രംഗത്ത് വന്നതും ഷൈനിയുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ രംഗത്ത് വരുമെന്നാണ് മനസ്സിലാകുന്നത്. ഷൈനിയുടെ ഭർത്താവിന്റെ സഹോദരനായിട്ടുള്ള ഒരു വികാരി അച്ഛനും അതിനെതിരെയുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മരിച്ചതിന് തലേന്ന് നോബി ഫോൺ വിളിച്ചു എന്നും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരിക്കാതെ പോയി മരിച്ചൂടെ എന്ന് പറഞ്ഞതായി പറയുകയാണ്. അത് മാത്രമല്ല, നിലവിൽ കഴിഞ്ഞ ദിവസം ഈ സംഭവ ദിവസം ഈ കുഞ്ഞുങ്ങളുമൊത്ത് ഷൈനി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന്റെ കുഞ്ഞുങ്ങളെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അവസാന നിമിഷം ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഷൈനി പോകുന്നത് ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ദൃശ്യങ്ങളാണ്. മരണ ദിവസം പുലർച്ചെ 4:45 വീട് പൂട്ടിയിറങ്ങിയ ഷൈനിയും മക്കളും റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. സാധാരണ എല്ലാ ദിവസവും പുലർച്ചെ പള്ളിയിൽ പോകാറുണ്ടായിരുന്ന ഷൈനിയും കുട്ടികളും അന്ന് പള്ളിയിൽ പോകുന്നത് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. വഴിയിലേക്ക് ഇറങ്ങിയ ശേഷം മുന്നോട്ട് നടക്കാൻ മടിക്കുന്ന ഇളയ കുട്ടിയുടെ കയ്യിൽ ഷൈനി ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ്. മൂത്ത കുട്ടി ഇവരുടെ പിന്നാലെ ചെല്ലുന്നതും കാണാം. പിന്നീട് രാവിലെ 5:20 നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ഷൈനിയും കുട്ടികളും ജീവനൊടുക്കിയത് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഭർത്താവ് നോബിയുടെ പ്രകോപനങ്ങൾ തന്നെയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ്. ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം നോബി മദ്യലഹരിയിൽ ഷൈനിയെ ഫോൺ ചെയ്തിരുന്നു എന്നും കണ്ടെത്തി. വിവാഹമോചന കേസിൽ സഹകരിക്കില്ല, കുട്ടികളുടെ ചെലവിനും പണം നൽകില്ല, സ്ത്രീധനമായി നൽകിയ പണം സ്വർണവും തിരികെ നൽകില്ല തുടങ്ങിയ കാര്യങ്ങൾ നോബി പറഞ്ഞതായും ചോദ്യം ചെയ്യലിൽ വ്യക്തമാണ്. നോബിക്കെതിരെ ഗാർഹിക പീഡന കേസ് കൂടി ചുമത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പോലീസ്.